ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നബീസ് ഫാഷൻ ഹബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ടൊരു അടിപൊളി മുത്തുകുടയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോസ് തുടർന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ചിരട്ടയും അതുപോലെ മഷി തീർന്നിട്ടുള്ള പേനയും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മുത്തുകുട ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓണം സീരീസിലെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് വലിയൊരു ചിരട്ടയാണ്. ഇതിൻ്റെ മുകളിലുള്ള നാരുകളൊക്കെ കത്തി യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇതുപോലെ സെറ്റപ്പ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കേക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബട്ടർ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിലുള്ള പോർഷൻ വേണ്ട, ബാക്കിയുള്ള പോർഷൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കത്രിക യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു സെൻറ്ററിലുള്ള സംഭവം കളയണ്ട കേട്ടോ. ആ പേപ്പർ മാറ്റി വെച്ചേക്ക് നമുക്ക് വേറൊരു ക്രാഫ്റ്റിന് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചിരട്ടയുടെ ചുറ്റളവ് ഇതുപോലെ ഒന്ന് നോക്കാം. കണ്ടോ, ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ അറ്റത്തായിട്ട് ഒരു കേർവ് ഷേപ്പിലുള്ള ഡിസൈൻ വരുന്നുണ്ട്. ആ ഡിസൈൻ നമുക്ക് ചുറ്റിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് അപ്പോൾ ആ ഒരു ചിരട്ടയുടെ എഡ്ജ് പോർഷൻസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് കയറ്റിയിട്ട് വേണം ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ അത് സ്റ്റിക്ക് ചെയ്യേണ്ട ഭാഗം പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അല്ലാതെയുള്ള കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള പേപ്പേഴ്സ് ഫെവിക്കോൾ യൂസ് ചെയ്ത് നമ്മുടെ ചിരട്ടയിലേക്ക് ഇതുപോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ കൊണ്ട് നല്ല രീതിയിൽ സ്റ്റിക്ക് ആവും കേട്ടോ. ഗ്ലൂ ഗണ്ണൊന്നും വേണമെന്നില്ല. കുട്ടികൾക്കും ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഗ്ലൂ ഗൺ ഇല്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് എന്താണെങ്കിലും നമുക്ക് ഗ്ലൂ ഗണ്ണൊന്നും ആവശ്യമില്ല കേട്ടോ. ഗ്ലൂ ഗൺ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ നമുക്ക് ഫെവിക്കോൾ തന്നെ ധാരാളമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ഇതുപോലെ ഒരു ഗ്യാപ്പ് വരാത്ത വിധത്തിൽ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ല ഭംഗിയുള്ള പേപ്പർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് അടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പെയിന്റ് അടിക്കുന്നതിന് പകരമായിട്ടാണ് ഞാൻ ഈ ഒരു ഡെക്കറേറ്റീവ് പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. നമ്മൾ വേസ്റ്റായി കളയുന്ന പേപ്പറല്ലേ. നെക്സ്റ്റ്, നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ വരുന്ന പേപ്പർ ചിരട്ടയ്ക്ക് ചുറ്റുമായിട്ട് ഇതുപോലെ കറക്റ്റ് അളവിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ മെറ്റാലിക് കളറാണ്. ഈ കളർ യൂസ് ചെയ്തിട്ട് ചിരട്ടയുടെ ആ ഒരു സ്കാലപ്പ് പോർഷൻ ഉണ്ടല്ലോ, കേർവ് ഷേപ്പ് വരുന്ന ആ ഒരു ഡിസൈൻ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/2 ഇഞ്ച് അളവിൽ ഞാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിരട്ടയുടെ എഡ്ജ് പോർഷൻ നല്ല കറക്റ്റ് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ ഞാൻ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തു കൊടുത്തത്. എന്നാലാണ് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ലൊരു പെർഫെക്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഗോപുരം വേണം. അതിന് വേണ്ടിയിട്ട് ഗ്ലാസ് ലൈനറിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വേണമെങ്കിൽ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോയിൽ പേപ്പർ ചുറ്റുന്ന ടൈമിൽ ഇതിൻ്റെ താഴെ പോർഷനിലേക്കും കൂടി ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കുക. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടും സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചുറ്റുമ്പോൾ നല്ലൊരു സ്ട്രക്ചറാണ് നമ്മുടെ ഗോപുരത്തിന് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ മെറ്റാലിക് കളർ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവട്ടെ. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ബീഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബീഡ്സ് അനുസരിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൈറ്റ് കളറിൽ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു സ്കാലപ്പിൻ്റെ ഗ്യാപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലാണ് കുറച്ചധികം സമയം നമ്മുടെ പോകുന്നത്. ഈ ഒരു സെക്ഷൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്താലാണ് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ലെയർ ബീഡ്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുകളിൽ, അതായത് അതിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് അടുത്ത സെക്ഷൻ ബീഡ്സ് കൂടി ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബീഡ്സുകൾ അനുസരിച്ചിട്ട് മാച്ച് ആവുന്ന രീതിയിൽ ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ്, സെൻറ്ററിലൊരു ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ചുറ്റിനും ആ ഒരു വൈറ്റ് ബീഡ് വെച്ച് ഒരു ഫ്ലവർ ഷേപ്പാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. കണ്ടില്ലേ, ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മറ്റുള്ള ഫ്ലവേഴ്സും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, നേരത്തെ ഉണ്ടാക്കിയ ആ ഗോപുരം സെൻറ്ററിലൊന്ന് വച്ച് നോക്കിയിട്ട് അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗോൾഡൻ ബീഡ്സ് വീണ്ടും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഗോപുരം സെൻറ്ററിലൊന്ന് വച്ച് നോക്കിയത്. ഇനി ഇതുപോലെ 3 ഗോൾഡൻ ബീഡ്സും കൂടി താഴെ വച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഗോൾഡൻ ബീഡിൻ്റെ സെൻറ്ററിലായിട്ടൊരു വൈറ്റ് ബീഡും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗോപുരത്തിൻ്റെ തൊട്ട് ഗ്യാപ്പിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായല്ലോ. അപ്പോൾ അതിനോട് ചേർന്ന് 2 വൈറ്റ് ബീഡ് ഇതുപോലെ വി ഷേപ്പിൽ 2 ലീഫ് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന്
സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ചുറ്റും ഒന്ന് ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി ആ ഒരു 2 വൈറ്റ് ബീഡിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലൊരു ഗോൾഡൻ ബീഡും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ഐഡിയ മനസ്സിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് സെൻറ്ററിലേക്ക് നമ്മുടെ ഈ ഒരു ഗോപുരം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ഗോപുരത്തിൻ്റെ ചുറ്റിനായിട്ട് ഇതേ ഒരു ഗോൾഡൻ ബീഡ്സ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് ഇട്ടാണ് 3 ലെയറായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ മുകളിലായിട്ടൊരു ഷുഗർ ബീഡും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളറിലെ. ഗോപുരം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്ത ആ ഒരു ടോപ്പിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫോയിൽ പേപ്പർ വച്ച് സ്റ്റിക്ക് ചെയ്തുകൊണ്ടാണ് അത് നല്ല കറക്റ്റ് ഷേപ്പിലും സ്ട്രക്ചറിലും കിട്ടിയിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ? നല്ല രീതിയിൽ പെയിൻ്റ് അടിക്കാനും പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു പൗഡർ ടിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായത്. ഇനി നമുക്ക് ഇതിനൊരു കാല് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ക് തീർന്നിട്ടുള്ളൊരു പെന്നെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് ഈ ഒരു ഗ്ലിറ്ററിൻ്റെ ആ ഒരു കുപ്പി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫോയിൽ പേപ്പറാണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യണ ഭാഗത്ത് കുറച്ചൊരു വണ്ണം കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഫെവിക്കോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഫോയിൽ പേപ്പർ നന്നായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. അതായത് ആ ഒരു 2 ഭാഗം ജോയിൻ ചെയ്യണ സ്ഥലത്ത് കുറച്ചൊരു വണ്ണം കുറവ് ഫീൽ ചെയ്തു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇതിപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അളവ് നോക്കാം, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുകളിലേക്കുള്ള ഈ ഒരു പോർഷൻ അവിടെ നിന്നോട്ടെ. നമുക്കത് നമ്മുടെ കുടയുടെ ശീലയിലേക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു പോർഷനാണ്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ, ഫെവിക്കോൾ തന്നെയാണ്. ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം പിടിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ സ്റ്റിക്കായി കിട്ടും കേട്ടോ, പൊളിഞ്ഞൊന്നും പോവില്ല. ഞാൻ ഇതിനു മുമ്പും ഒത്തിരി ക്രാഫ്റ്റുകൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, എൻ്റെ ചെറുപ്പം തൊട്ടേ. അന്നൊന്നും ഗ്ലൂ ഗൺ കിട്ടാനുള്ളൊരു വകുപ്പൊന്നും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ ഗ്ലൂ ഗണ്ണൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയത്. ഇനി നമുക്ക് നമ്മുടെ കുടയുടെ കാലിൽ പെയിൻ്റ് അടിക്കണം. ഈ ഒരു ഗോൾഡൻ മെറ്റാൽ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ് ചെയ്തിട്ടുള്ളത്. ഇനി അത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ കത്രിക യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ടോട്ടൽ 8 വെട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എന്നിട്ട് നല്ല രീതിയിലൊന്ന് നിവർത്തിയെടുക്കാം. ഈ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട്. ബാക്കി എല്ലായിടത്തും നമ്മൾ ഫെവിക്കോൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിരട്ടയുടെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ തന്നെ വയ്ക്കണം കേട്ടോ, എന്നാലാണ് സ്റ്റിക്കായി കിട്ടുള്ളൂ. കാരണം നമ്മൾ ഫെവിക്കോളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ ഇരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഗോപുരമൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് വാർണിഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടയുടെ ശീലക്കൊക്കെ നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആയിരിക്കും. മാത്രമല്ല ഈ ഒരു വർക്ക് ഒരുപാട് കാലം കേടുകൂടാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് പുറത്ത് മാത്രമല്ല ഉള്ളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുടയുടെ കാലിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ തുറന്നിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ചെറിയൊരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉണങ്ങിയതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അവിടെയും കൂടി ഒന്ന് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുത്തുക്കുട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന നമ്മുടെ ചിരട്ട യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അടിപൊളി മുത്തുക്കുട ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു സ്റ്റിക്ക് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ വിട്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു മുത്തുകുട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇത് നല്ലൊരു ഷോ പീസായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് കോമ്പറ്റീഷനൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയ ക്രാഫ്റ്റ് ഐറ്റായിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.